ചേട്ടാ, നമ്മുടെ വി ഡി സതീശൻ, ഇപ്പൊ വി ഡി സതീശനും നമ്മുടെ മുഖ്യമന്ത്രിയും തമ്മിലുള്ള ഒരു ചെറിയ കോൺഫ്ലിക്റ്റ് നടന്നുകൊണ്ടിരിക്കുന്നുണ്ടല്ലോ അല്ല, ഇപ്പൊ തദ്ദേശ തെരഞ്ഞെടുപ്പ് നടക്കുന്നതിനിടയിൽ ആരും വലുതായിട്ട് അങ്ങോട്ട് ശ്രദ്ധിക്കുന്നില്ലെങ്കിലും രണ്ടുപേരും തമ്മിൽ ചില തർക്കങ്ങൾ നടക്കുന്നുണ്ട്. അപ്പൊ ഇപ്പൊ വി ഡി സതീശൻ നമ്മുടെ മുഖ്യമന്ത്രി ഒരു പരസ്യ സംവാദത്തിന് ക്ഷണിച്ചിട്ടുണ്ട്. അതായത് നീട്ടി വളർത്തിയ ഒരു പോസ്റ്റും ഫേസ്ബുക്കിൽ ഇട്ടിട്ടുണ്ട്. എന്താണ് പറയാനുള്ളത്? ആത്മഹത്യാപരം. ഒറ്റ വാക്കിൽ നമുക്ക് തീർക്കാം. ആത്മഹത്യാപരം. കാരണം വേറൊന്നുമല്ല, അതിനകത്ത് സതീശൻ ഉന്നയിച്ചിരിക്കുന്നത് അടിസ്ഥാനപരമായ പ്രശ്നം എവിടെയാണ്. സതീശൻ ഇപ്പൊ ഫേസ്ബുക്കിൽ ഇട്ടിരിക്കുന്ന ആ പോസ്റ്റിനകത്ത് ഞാൻ വായിച്ചു നോക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കുന്ന ചില കാര്യം, അടിസ്ഥാന വിഷയങ്ങളെ കുറിച്ച് മിണ്ടുന്നില്ല. ഇത് സ്ത്രീപീഡന പരാതിയാണ്. ഇപ്പം നമ്മൾ കണ്ടതല്ലേ, സ്ത്രീപീഡന പരാതിയാണ് അതിനകത്ത് പറഞ്ഞിരിക്കുന്നത്. പി കെ ശശിയെ കുറിച്ച്, പുള്ളിക്കാരൻ ഇവിടെ പൊളിറ്റിക്കൽ സെക്രട്ടറി ആയിട്ട് ഇരിക്കുന്നതിനെ കുറിച്ച്, 2 MLA-മാരുടെ കൈക്ക് പിടിച്ച് പൊക്കി പിടിച്ചുകൊണ്ട് നിൽക്കുന്നതിനെ കുറിച്ച്, അല്ലാതെ പിന്നെ സ്ത്രീപീഡന പരാതി എന്തോ ഒളിപ്പിച്ചു വെച്ചതിനെ കുറിച്ച്, ഇങ്ങനെയുള്ള കാര്യങ്ങളല്ലേ ഉള്ളൂ. ജനങ്ങളുടെ അടിസ്ഥാനപരമായ പ്രശ്നത്തെക്കുറിച്ച് എവിടെയാണ് ചർച്ച ചെയ്യപ്പെട്ടത്? സംവാദത്തിന്, അങ്ങനെയുള്ള സംവാദത്തിന് തയ്യാറുണ്ടോ? മുഖ്യമന്ത്രി ഉയർത്തിയിട്ടെങ്കിൽ ലൈഫ് മിഷൻ പദ്ധതിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് അന്ന് ലൈഫ് മിഷൻ പദ്ധതി പിരിച്ചുവിടുമെന്ന് പറഞ്ഞു. ആ പിരിച്ചുവിടുമെന്ന് പറഞ്ഞ് എം എം ഹസൻ എന്ന് പറഞ്ഞ അന്ന് UDF കൺവീനർ ആയിരുന്നു. ആ UDF കൺവീനർക്കെതിരെ എന്ത് നടപടി സ്വീകരിച്ചു? അതല്ലേ സംസാരിക്കേണ്ടത്. അല്ലാതെ സ്ത്രീപീഡന വിഷയത്തിൽ അത് പോലീസ് കേസ് നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളല്ലേ ഇതൊക്കെ. അതിനകത്തല്ല ചർച്ച വരേണ്ടത്. ഇപ്പം രാഹുൽ മാങ്കൂട്ടത്തിൽ നാട് നീളെ ഓടി നടന്ന് പീഡിപ്പിച്ചതിന്റെ പുറത്ത് കിട്ടിയത്, അനുഭവങ്ങൾ കിട്ടിയത് ഈ പറയുന്ന നാട്ടുകാർക്കല്ല. അത് 2 പർട്ടിക്കുലർ വ്യക്തികൾക്കാണ് അവസാനം. അത് നിങ്ങളെ പാർട്ടി നോക്കിയോണം. നിങ്ങളെ ജനങ്ങളുടെ ഹെഡേക്ക് അല്ലെന്നേ, അത് പാർട്ടിയുടെ ഹെഡേക്കാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ കാണിച്ച് തോന്നിവാസം. അല്ലാതെ അതെങ്ങനെ പിന്നെ ജനങ്ങളുടെ ഹെഡേക്ക് ആവുന്നത്? ജനങ്ങൾക്ക് അങ്ങനെ ഒരു ഹെഡേക്കേ ഇല്ല. അവൻ ചെയ്തതിന് അവൻ അനുഭവിക്കും. അതാണ് ജനങ്ങളുടെ ചിന്താഗതി. പാർട്ടി സമയത്ത് നിങ്ങൾ സ്വീകരിക്കേണ്ട കാര്യങ്ങൾ നിങ്ങൾ സ്വീകരിച്ചോ, അതാണ് നിങ്ങൾ ചെയ്യേണ്ട കാര്യം. ഇവിടെ മുഖ്യമന്ത്രി ഉയർത്തിയിട്ടിരിക്കുന്നത് ജനങ്ങൾ ആവശ്യപ്പെടുന്ന വിഷയങ്ങളാണ്. ലൈഫ് മിഷൻ പദ്ധതിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് പിന്നെ അത് പിരിച്ചുവിടുമെന്ന് പറഞ്ഞു, നടപടി എടുത്തോ? തുരങ്കപാത നിർമ്മാണം നടപ്പിലാക്കില്ല എന്ന് പറഞ്ഞു. ആ നടപ്പിലാക്കില്ല എന്ന് പറഞ്ഞ ആ വാക്കിൽ നിങ്ങൾ ഇപ്പോഴും ഉറച്ചു നിൽക്കുന്നുണ്ടോ? വിഴിഞ്ഞം പോർട്ടിൽ എന്താ നിങ്ങൾ കാണിച്ചത്? വിഴിഞ്ഞം പോർട്ടിനെ കുറിച്ച് വലിയ വാദവരത പ്രസംഗിക്കുന്നുണ്ടല്ലോ. ഉമ്മൻചാണ്ടിയുടെ പേരിടണമെന്ന് പറഞ്ഞ ടീമുകളാണ് ഇവര്. ആ ഉമ്മൻചാണ്ടിയുടെ പേരിടണമെന്ന് പറഞ്ഞ് ഇവര് അന്ന് അവിടുത്തെ ലത്തീൻ കത്തോലിക് അതിരൂപതയുടെ ഒപ്പം ചേർന്നുകൊണ്ട് സമരം നടത്തി, സമരക്കാരെ അനുകൂലിച്ചുകൊണ്ട് പ്രസംഗിച്ചു. എന്നിട്ട് പിന്നെ അവിടെ വന്നു നിന്നുകൊണ്ട് പാളയത്ത് അവിടെ വലിയ സമര പരിപാടിയായിരുന്നേ. എന്ത് വിഴിഞ്ഞം പോർട്ട് നടപ്പിലാക്കില്ല, ഞങ്ങൾ സമരക്കാർക്കൊപ്പം എന്ന് പറഞ്ഞുകൊണ്ട്. ഇവിടെ കേരളയിൽ പദ്ധതി നടപ്പിലാക്കുന്ന സമയത്ത് കേരളയിൽ വേണ്ട എന്ന് പറഞ്ഞുകൊണ്ട് ഇവിടെ നടപടി ഇട്ടു. ഇവിടെ മൊത്തം കല്ലൂരിക്കളയാൻ അന്ന് കൊടിക്കുന്നിൽ സുരേഷ് പച്ചയ്ക്ക് തന്തയ്ക്ക് വിളിക്കുന്നതിന്റെ വീഡിയോ സഹിതം ചാനലുകളിൽ സംപ്രേഷണം ചെയ്തു അല്ലേ? ഇവിടെ നടന്നിട്ടുള്ള ഏതെങ്കിലും ഒരു വികസന പ്രവർത്തനങ്ങളിൽ നിങ്ങൾ പ്രതിപക്ഷം സമരം ചെയ്യാത്ത എന്തെങ്കിലും ഉണ്ടോ? എന്നിട്ട് ഇപ്പൊ പച്ചക്കള്ളം പറഞ്ഞ് പ്രചരിപ്പിക്കുന്നത് എന്താ? ഉമ്മൻചാണ്ടി സർക്കാർ 4 പദ്ധതികൾ ചേർത്ത് വെച്ചുകൊണ്ട് ഇവിടെ 4,00,000-ലധികം 4,50,000 വീട് പണിത് വെച്ചു എന്നാ പറയുന്നത്. നിയമസഭാ രേഖകളിൽ ഉമ്മൻചാണ്ടി പോലും കൊടുത്ത മറുപടിക്കകത്തതില്ല. നിയമസഭയിൽ ഉന്നയിച്ച ചോദ്യങ്ങളിൽ നിയമസഭാ രേഖയ്ക്കകത്ത് അത്ര ഇല്ല. പിന്നെ എങ്ങനെയാണ് ഉമ്മൻചാണ്ടിക്ക് പോലും അറിയാൻ വയ്യാത്ത കാര്യം എങ്ങനെയാണ് വി ഡി സതീശൻ ഇത്ര കൃത്യമായിട്ട് പറഞ്ഞു നടക്കുന്നത്? 4,50,000 വീടുകളാണ് കൊടുത്തതെന്ന്. 5,000 വീട് തികച്ചില്ലെന്നേ, 3,000 ചില്ലാനും വീടെങ്ങാണ്ടാണ് മെയിൻ്റനൻസ് ഉൾപ്പെടെ ഉമ്മൻചാണ്ടി സർക്കാർ നടത്തി കൊടുത്തത്. അതിന് ഈ പറയുന്ന പോലെ 4 ലക്ഷമൊന്നും അനുവദിച്ചിട്ടൊന്നുമില്ല, 10,000-15,000 രൂപയൊക്കെ അനുവദിച്ചിട്ടാണ് വീട് നിർമ്മാണം നടത്തിയത്. എന്നിട്ടാണ് വീരവാദം മുഴക്കുന്നത്. ഇതിപ്പം ഈ പറയുന്ന പോലെ മുഖ്യമന്ത്രി ഈ ഒരു വെല്ലുവിളി സ്വീകരിച്ച് വായോ നമുക്ക് പരസ്യ സംവാദത്തിന് ഇരിക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സതീശൻ എന്ത് ചെയ്യും? പെട്ടുപോയി. പെടും. ഞന്നാ ഉന്ന പെടും എന്ന് പറയത്തില്ലേ നമ്മൾ നാട്ടുഭാഷ പറഞ്ഞ ഞന്നാ ഉന്ന പെട്ടുപോകും. അങ്ങനെയാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇവരുടെ അവസ്ഥ. ഇപ്പം പരസ്യ സംവാദത്തിന് വിളിച്ച്, അതാണ് ഞാൻ നേരത്തെ ആദ്യം ഒറ്റ വാക്യം സൂചിപ്പിച്ചു, ആത്മഹത്യാപരമായി പോയി. ഇവർക്ക് പറയാനൊന്നുമില്ല. അങ്ങോട്ട് മുഖ്യമന്ത്രി ചോദിക്കുന്ന ചോദ്യങ്ങൾക്കുള്ള ഉത്തരവുണ്ടോ? ഇല്ല. എന്തെങ്കിലും ചോദ്യത്തിന് ഉത്തരവ് അപ്പോഴും സ്വർണ്ണക്കൊള്ള പറഞ്ഞുകൊണ്ടിരിക്കും. പിന്നെ പീഡന കേസും പറഞ്ഞുകൊണ്ടിരിക്കും. മുകേഷിന്റെ കേസ്, മുകേഷ് സിനിമാ പ്രവർത്തകനായിരുന്ന സമയത്താ MV ഗോവിന്ദ മാഷ് പറഞ്ഞല്ലോ, അയാൾ പാർട്ടി മെമ്പർ അല്ല, പിന്നെ എങ്ങനെ പാർട്ടി നടപടി എടുക്കുന്നത്? പാർട്ടി മെമ്പർ അല്ല, ഒരു സ്വതന്ത്രനായ ഒരാളെ പാർട്ടി ചിഹ്നത്തിൽ മത്സരിപ്പിച്ചതാണ് മുകേഷ്. MV ഗോവിന്ദ മാഷ് കൃത്യമായിട്ട് പറഞ്ഞില്ലേ, പിന്നെ എങ്ങനെ പാർട്ടി നടപടി പിന്നെ മുകേഷിനെതിരെ സ്വീകരിക്കുന്നത്? അപ്പൊ അതൊന്നും പറ്റില്ല. അപ്പൊ ഇവരെയൊക്കെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട്, അപ്പം ഈ പറയുന്ന പോലെ അങ്ങനെയാണെങ്കിൽ തിരിച്ചും ചോദിക്കാം. ഇതിനകത്ത് വന്നൊരു പ്രധാനപ്പെട്ട പ്രശ്നം, ഈ പി കെ ശശിക്കെതിരായി പരാതിക്കാരൻ എന്ത്, ഈ പരാതിക്കാരി ഒരു നിമിഷം വൈകി ആ ഓഡിയോ പുറത്തു വന്നില്ലായിരുന്നു, ഈ പരാതിക്കാരി തീർന്നേനെ, നമ്മൾ അറിയുമായിരുന്നു. അവൻ തന്നെ പറഞ്ഞു, നിന്നെ കൊല്ലാൻ എനിക്ക് നിമിഷങ്ങൾ മതിയെന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ പറയുന്നതിന്റെ ഓഡിയോ ക്ലിപ്പ് പുറത്തുണ്ടെന്നേ.
വധഭീഷണിയാണത്. നാളെ ആ പെൺകുട്ടി മരിച്ചിരുന്നെങ്കിൽ നമ്മൾ കുറച്ച് മാധ്യമപ്രവർത്തകർ എന്ത് ചെയ്യും? ഒരു പിന്നെ കറുത്ത ബാഡ്ജും കുത്തിക്കൊണ്ട് നമ്മൾ നടക്കും. സത്യം അറിയുന്നില്ല, പുറത്തറിയുന്നില്ല, അവൾ ആത്മഹത്യ ചെയ്തു, കഴിഞ്ഞു, അവിടെ തീരുമെന്നേ. അങ്ങനെ ഒരു ഓഡിയോ ക്ലിപ്പ് പുറത്തു വന്നുകൊണ്ടല്ലേ. അല്ല എന്നുണ്ടെങ്കിൽ അങ്ങനെ ഒരു ഓഡിയോ ക്ലിപ്പ് പുറത്തു വന്നില്ല, റിനി ആൻഡ് ജോർജ് മാധ്യമങ്ങളെ കണ്ടില്ല എന്നൊരു സാഹചര്യം ഇരിക്കട്ടെ. ആ സാഹചര്യത്തിൽ ഈ പറയുന്ന വി ഡി സതീശൻ മാതൃകാപരം വന്ന് കൊട്ടിഘോഷിക്കുന്ന ഈ നടപടി എടുക്കുമായിരുന്നു? എനിക്ക് തോന്നുന്നില്ല എടുക്കുമായിരുന്നു. അതിനു മുമ്പ് വി ഡി സതീശൻ അറിഞ്ഞ വിഷയമാണല്ലോ. റിനി ആൻഡ് ജോർജ് തന്നെ പറഞ്ഞിരുന്നല്ലോ, ഞാൻ ഈ വി ഡി സതീശനോട് ഇക്കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്ന് മാധ്യമങ്ങളുടെ മുന്നിൽ നിന്നുകൊണ്ട് ആ പെണ്ണ് പറഞ്ഞതുകൊണ്ട് മാത്രമാണ് വി ഡി സതീശൻ നടപടിക്ക് ഒരുങ്ങിയത്. മാതൃകാപരം എന്ന് പറയാൻ നാണമുണ്ട്, ഉളുപ്പുണ്ടോ? മാതൃകാപരം പറഞ്ഞിട്ടാണ് ഇപ്പൊ ഇന്ന് സണ്ണി ജോസഫ് അത് തിരുത്തി പറഞ്ഞിട്ടുണ്ട്. അതാ പറഞ്ഞത്, സണ്ണി ജോസഫ് വരെ തിരുത്തി പറഞ്ഞു രാഷ്ട്രീയ പ്രേരിതം ആ പരാതികളെ. അപ്പൊ ഇങ്ങനെ പറയുന്ന കോൺഗ്രസ്സുകാരാണ്. എന്നിട്ട് മുഖ്യമന്ത്രിയെ വെല്ലുവിളിക്കാൻ പോയി ഞങ്ങൾ പരസ്യ സംവാദത്തിന് തയ്യാറാണെന്ന്. ഇവിടെ കേരളത്തിലെ ജനങ്ങളുടെ പ്രശ്നങ്ങൾ നടപ്പിലാക്കാൻ വേണ്ടി എന്തെങ്കിലും ഒരു കച്ചിത്തുരുമ്പിന്റെ ഉപകാരം ഈ പറഞ്ഞ UDF വരെ കൊണ്ട് ഇവിടെ ഉണ്ടായിട്ടുണ്ടോ? കേരളക്കാർക്ക് ഉണ്ടായിട്ടുണ്ടോ? ഇക്കണ്ട കാലം അത്രയും കേരളത്തിന് കിട്ടേണ്ട നികുതി പണം നമുക്ക് കിട്ടാതെ പോകുന്നു. ആ കിട്ടാതെ വന്ന സാഹചര്യത്തിൽ എന്തെങ്കിലും ഒരു ചെറുവിരൽ അനക്കാൻ ഞങ്ങളുടെ പ്രതിപക്ഷം ഞാൻ നിങ്ങളുടെ കൂടെ നിൽക്കുന്നു, സർക്കാരിനൊപ്പം നിൽക്കുന്നു എന്നൊരു പത്രക്കുറിപ്പ് ഇറക്കാൻ പോലും ഇവർക്ക് കഴിഞ്ഞിട്ടുണ്ടോ? നമുക്ക് കേരളത്തിന് വേണ്ട പണം നമുക്ക് പിടിച്ചെടുക്കണം, കേന്ദ്ര സർക്കാരിന് സമ്മർദ്ദം ചെലുത്തണം, നമ്മുടെ ഇത്ര MP-മാരുണ്ട്, നമുക്ക് കൂട്ടായി പ്രവർത്തനമാണ് ഇതിന്റെ ആവശ്യം എന്ന് പറഞ്ഞുകൊണ്ട് ഉത്തരവാദിത്തപ്പെട്ട ഒരു പ്രതിപക്ഷം എന്നുള്ള നിലയിൽ എന്തെങ്കിലും ഒരു പ്രവർത്തനം ഈ പറയുന്ന പ്രതിപക്ഷ നേതാവിൽ നിന്ന് ഉണ്ടായിട്ടുണ്ട്? ഇതിനൊക്കെയാണ് പ്രതിപക്ഷ നേതാവ് മറുപടി പറയേണ്ടത്. എന്തുകൊണ്ടുണ്ടായിട്ടില്ല? അതിലും ജനങ്ങളെ വഞ്ചിച്ചു. ആ കാര്യത്തിലും ജനങ്ങളെ വഞ്ചിച്ചുകൊണ്ട് സ്വയം രാഷ്ട്രീയ ലാഭം മാത്രം നോക്കി. അവിടെയാണ് അവരെ നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഈ പറയുന്ന പ്രതിപക്ഷത്തെ നമ്മൾ തിരിച്ചറിയേണ്ട ഘട്ടങ്ങളാണ് നമ്മൾ പറയുന്നത്. അപ്പോൾ രാഷ്ട്രീയം മാത്രം അവർ കളിച്ചു. അത് UDF നേട്ടം ഉണ്ടായോ? ഇല്ല. UDF സമരത്തിൽ പങ്കെടുത്തോ? ഇല്ല. UDF എപ്പോഴെങ്കിലും ആവശ്യപ്പെട്ടോ ഞങ്ങൾ ഈ അവകാശങ്ങൾ നേടിയെടുക്കാൻ വേണ്ടി സമരം ചെയ്യുമെന്ന് അവകാശപ്പെട്ടോ? ഇന്ന് പിന്നെ രമേശ് ചെന്നിത്തല വലിയവായി പറയുന്നത് കേട്ടല്ലോ, ഇവിടുത്തെ ഉന്നത വിദ്യാഭ്യാസ രംഗം ആകെ താറുമാറായി കിടക്കുകയാണെന്ന് പറയുന്നത് കേട്ടു. എന്ത് ബേസിലാണ് പറയുന്നത് ഉന്നത വിദ്യാഭ്യാസ രംഗം താറുമാറായി കിടക്കുകയാണെന്ന്? ഇവിടെ ഗവർണർ കയറി VC നിയമനമൊന്നും നടക്കുന്നില്ല. ഗവർണറും സർക്കാരും തമ്മിലുള്ള തർക്കം മുറുകിക്കൊണ്ടിരിക്കുന്നു. ഈ തർക്കം പരിഹരിക്കുന്നതിനോ അല്ലാന്നുണ്ടെങ്കിൽ യൂണിവേഴ്സിറ്റികളിൽ നടന്ന കാവ്യവൽക്കരണത്തെ എതിർക്കാനോ ഈ പറയുന്ന പ്രതിപക്ഷത്തിന്റെ ഭാഗത്തുനിന്ന് ഒരു നീക്കം നടന്നിട്ടുണ്ടോ? എന്നിട്ട് പറ, ഉന്നത വിദ്യാഭ്യാസ രംഗം താറുമാറിലാണ്, ഞങ്ങൾ വേണ്ട കാര്യങ്ങൾ ചെയ്തിട്ടും ഞങ്ങൾ ആരും ഇതിന് ഞങ്ങളല്ല പ്രതിപക്ഷം ഇതിനോട് ഒരുമിച്ച് നിൽക്കാന്ന് പറഞ്ഞിട്ട് മുഖ്യമന്ത്രി സമ്മതിക്കുന്നില്ല. തന്റെ ഇടമുണ്ടോ പറയാൻ? എന്നിട്ട് പറയണമായിരുന്നു ഉന്നത വിദ്യാഭ്യാസ രംഗം തകർന്നു കിടക്കുമായിരുന്നു. അതില്ല പറയാൻ. അങ്ങനെ ചെയ്തിട്ടില്ല. ആ സമയത്തും ഈ പറയുന്ന ഗവർണർ നടത്തിക്കൊണ്ടിരുന്ന സംഘപരിവാർ അജണ്ടയെ അനുകൂലിക്കുന്ന തരത്തിൽ SFIക്കാരെ പിള്ളേരെ ഗുണ്ടകളെന്ന് വിളിക്കുന്ന സമീപനമായിരുന്നു ഈ VD സതീശൻ കാണിച്ചത്, അല്ലേ? പിന്നെ പലരുടെയും പൂർവ്വകാല ചരിത്രം അന്വേഷിച്ച് പോയി കഴിഞ്ഞാൽ ഈ VD സതീശൻ തന്നെ ആദ്യം കുടുങ്ങും. പണ്ട് വാടകയ്ക്കെടുത്ത ലാംബട്ര സ്കൂട്ടറിൽ പരവൂർ തെണ്ടി തിരിഞ്ഞ് നടന്നതിന്റെ കഥകളൊക്കെ പല മാധ്യമങ്ങളും പുറത്തുവിടുന്നുണ്ട്. ഈ VD സതീശന്റെ പേരും പറഞ്ഞുകൊണ്ട് ഒരു സ്ത്രീ അവര് ലൈവ് വീഡിയോ റെക്കോർഡ് ചെയ്ത് പുറത്തെത്തിച്ചിട്ടുണ്ട്. ഫേസ്ബുക്കിൽ ലൈവ് പോയിട്ടുണ്ട് ഈ VD സതീശന്റെ കാര്യം പറഞ്ഞുണ്ട്. അതിനെയൊക്കെ മറച്ചു പിടിക്കാനോ അല്ലെങ്കിൽ അത് കള്ളമാണെന്ന് VD സതീശൻ എപ്പോഴെങ്കിലും ഒരു ഘട്ടത്തിലെങ്കിലും പറഞ്ഞോ? പോട്ടെ, ആ സ്ത്രീക്കെതിരെ ഇന്ന് ആ ഒരു സാമൂഹ്യം ഒരു യൂട്യൂബ് ചാനൽ വളരെ കൃത്യമായി VD സതീശനെ മാത്രം ലക്ഷ്യം വെച്ചുകൊണ്ട് ഒരുപാട് പ്രചരണങ്ങൾ നടത്തുന്നുണ്ട്. VD സതീശൻ ഒരു കാലഘട്ടത്തിൽ കാണിച്ച കൊള്ളരുതായ്മകളുടെ എല്ലാം കൃത്യമായ വിവരണം ആ ഒരു ചാനൽ കൊടുക്കുന്നുണ്ട്. ആ ചാനലിനെതിരെ നടപടിയെടുക്കാൻ എന്തെങ്കിലും VD സതീശനെ കൊണ്ട് കഴിഞ്ഞോ? അതിന്റെ അർത്ഥം എന്താ? പോട്ടെ, അന്ന് ആ ലൈവ് ചെയ്ത ആ സ്ത്രീക്കെതിരെ നടപടി എടുക്കാൻ സാധിച്ചത് കള്ളത്തരമാണ്, എന്നെ അപകീർത്തിപരമായ പരാമർശങ്ങളിലൂടെ എന്റെ രാഷ്ട്രീയ ജീവിതം അവസാനിപ്പിക്കാൻ ശ്രമിക്കുകയാണ് എന്ന് പറഞ്ഞുകൊണ്ടൊരു പരാതി ഈ VD സതീശൻ കൊടുത്തിട്ടുണ്ടോ? ഇല്ല. പിന്നെ എന്താണ് പറയുന്നത്? താരകപ്പെണ്ണെന്നാണ് ഇപ്പോഴും അറിയപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. മാധ്യമ മേഖലയിൽ എല്ലാവർക്കും അറിയുന്നവര് താരകപ്പെണ്ണ്. അന്ന് ഈ VD സതീശനെ കുറിച്ച് എന്തെല്ലാമാണ് ചിരിക്കാൻ വേണ്ടി പറഞ്ഞതല്ല, ഇത് കാര്യമായിട്ട് പറഞ്ഞതാ. ചിരിക്കാൻ വേണ്ടി പറഞ്ഞതല്ല. അങ്ങനെ ഒരു പേര് ദോഷം VD സതീശന് കിടപ്പുണ്ട്. എന്നിട്ട് ലാംബട്ര സ്കൂട്ടർ എന്ന് പറഞ്ഞാൽ ആരുടെയോ വാടകയ്ക്കെടുത്ത സ്കൂട്ടറാ എന്ന് വെച്ചാൽ സ്വന്തമല്ല, ആരുടെയോ. അന്നത്തെ അവസ്ഥ അതായിരുന്നു. അന്ന് ഈ പറയുന്ന അദ്ദേഹം മണി ചെയിൻ തട്ടിപ്പ് നടത്തിയെന്നാണ് പറയുന്നത് ആ നാട്ടിലൊക്കെ ഇറങ്ങിയിട്ട് പരവൂര്. ഇതൊക്കെ VD സതീശൻ നടത്തിയിട്ടുണ്ടെന്ന് ചില യൂട്യൂബ് ചാനലുകൾ പുറത്തുവിടുന്നുണ്ട് വിവരങ്ങൾ, തെളിവ് സഹിതം, വിത്ത് ഇതിനെക്കുറിച്ച് അറിയാവുന്ന നേതാക്കന്മാരുടെ കമന്റുകൾ ഉൾപ്പെടെ പുറത്തുവിടുന്നുണ്ട്. ഇതിനെ ചോദ്യം ചെയ്യാൻ VD സതീശന് കഴിഞ്ഞിട്ടുണ്ടോ? എന്നിട്ടാണ് VD സതീശൻ സ്വയം മേനിജമയാണ്. ഇങ്ങനെ ചില ചോദ്യങ്ങൾ വന്നു കഴിഞ്ഞാൽ VD സതീശൻ മിണ്ടാട്ടം മുട്ടിപ്പോവും. ഇവിടെ ഈ പറയുന്ന മുഖ്യമന്ത്രി ചോദിച്ച ഒറ്റ ചോദ്യത്തിനുള്ള മറുപടി ഉണ്ടോ? ലൈഫ് മിഷൻ പദ്ധതി പിരിച്ചുവിടും എന്ന് ആവശ്യപ്പെട്ടിട്ടും അയാൾക്കെതിരെ ആ പറയുന്ന ആളിനെതിരെ ഈ M ഹസനെതിരെ നടപടി നിങ്ങൾ അങ്ങനെ പറയാൻ പാടില്ലായിരുന്നു, വരും കാലങ്ങളിൽ നമ്മൾ ഭരിക്കുമ്പോഴും ഇതേ ലൈഫ് മിഷൻ പദ്ധതി നടപ്പിലാക്കേണ്ടത് നമ്മളാണ് എന്ന് പറഞ്ഞുകൊണ്ട് തിരുത്താൻ ശ്രമിച്ചിട്ടുണ്ടോ? ഇവിടെ പാവപ്പെട്ടവരുടെ കിടപ്പാട ഇടിച്ചു പൊളിക്കാനല്ലേ അവർ ശ്രമിച്ചിട്ടുള്ളൂ, അല്ല വേറെന്ത് ചെയ്തിട്ടുണ്ട്? ഇനിയും വിഴിഞ്ഞം പോർട്ട്
ഉമ്മൻചാണ്ടിക്ക് കാലത്ത് ഉമ്മൻചാണ്ടി വിഴിഞ്ഞം പോർട്ട് നടപ്പിലാക്കണമെന്ന് പറഞ്ഞിട്ട് CPM ഇവിടെ സമരം ചെയ്തിട്ടുണ്ട് തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ. ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുള്ള കാര്യം അത്. അന്ന് കടകംപള്ളി സുരേന്ദ്രനായിരുന്നു ജില്ലാ സെക്രട്ടറി, തിരുവനന്തപുരം ജില്ലാ സെക്രട്ടറി. അന്ന് പാളയത്ത് വെച്ചിട്ട് സമരം നടത്തിയിട്ടുണ്ട്. അന്ന് ഈ മുഖ്യമന്ത്രി പിണറായി വിജയൻ 60,000 കോടി രൂപയുടെ അഴിമതി ആരോപിച്ചുകൊണ്ട് ഉമ്മൻചാണ്ടിക്കെതിരെ അന്വേഷണം പ്രഖ്യാപിച്ചിരുന്നു ഇവിടെ. അത് അതിന്റെ പിന്നിൽ പ്രവർത്തിച്ച്, അതായത് അത് മുടക്കാൻ വേണ്ടി പിണറായി വിജയൻ അന്ന് സെക്രട്ടറി ആയിട്ടിരിക്കുന്ന സമയത്ത് ചെയ്തിട്ടുണ്ടെന്നാണ് പറയപ്പെടുന്നത്. എന്നാൽ അന്ന് ഒരു മനുഷ്യച്ചങ്ങല പിടിച്ചപ്പോൾ ആ മനുഷ്യച്ചങ്ങലയിൽ പന്നിയൻ രവീന്ദ്രനും പിണറായി വിജയനും ഉണ്ടായിരുന്നു, വിഴിഞ്ഞം പോർട്ട് നടപ്പിലാക്കണമെന്ന് പറഞ്ഞിട്ട്. അപ്പം ഇതൊക്കെ മറച്ചു വെക്കുകയാണ്. അപ്പൊ ഈ ഒരു വികസന പ്രവർത്തനം നമ്മുടെ സംസ്ഥാനത്ത് സാധ്യമാവുന്ന സമയത്ത് അന്ന് കൃത്യമായി പ്രതിപക്ഷത്തിന്റെ ഒരു പിന്തുണ ഉണ്ടായിരുന്നു. ഉമ്മൻചാണ്ടി സർക്കാർ ഭരിക്കുന്ന കാലഘട്ടത്തിൽ ഹൈവേ വികസനത്തിന് വേണ്ടിയിട്ട് ഉമ്മൻചാണ്ടിയും VS അച്യുതാനന്ദനോടാണ് പ്രധാനമന്ത്രിയെ കാണാൻ പോകുന്നത്. എന്തായിരുന്നു അവർക്ക് അതിന്റെ ആവശ്യം? അന്ന് ഈ ഹൈവേ വികസനത്തെ എതിർത്താ പോരായിരുന്നു നമ്മുടെ VS അച്യുതാനന്ദന്? അത് കാരണം എന്താ? ഹൈവേ വികസിച്ചു കഴിഞ്ഞാൽ ആ വികസനത്തിന്റെ കൃത്യമായ ക്രെഡിറ്റ് ഉമ്മൻചാണ്ടിക്ക് പോകുമെന്ന് കരുതിയിട്ട് എന്തുകൊണ്ടാണ് അന്ന് VS കൊടി പിടിക്കാതിരുന്നത്? അപ്പൊ കേരളത്തിന്റെ വികസനത്തെ മൊത്തം, കേരളത്തിലുണ്ടാകുന്ന എല്ലാ കാര്യങ്ങളെയും തുരങ്കം വെക്കുന്ന സമീപനമാണ് ശരിക്കും പ്രതിപക്ഷം നടത്തിക്കൊണ്ടിരിക്കുന്നത്. വയനാട് തുരങ്കപാത നടപ്പിലാക്കത്തില്ലെന്ന് VD സതീശൻ ഉറപ്പ് തരണം. പറ്റുമോ? തുരങ്കപാതയ്ക്ക് എതിരെ സംസാരിക്കുന്ന VD സതീശൻ പറ്റില്ല. ഇനിയും VD സതീശൻ അധികാരത്തിൽ വന്ന് ഈ കേരയിൽ പദ്ധതി നടപ്പിലാക്കില്ല എന്ന് ഉറപ്പ് വരാൻ പറ്റുമോ VD സതീശനെ കൊണ്ട്? അതും പറ്റില്ല. എങ്ങനെ? നാളെ ഒരു ആവശ്യം കേന്ദ്ര സർക്കാർ മുന്നോട്ട് വെക്കുക, കേരയിൽ പദ്ധതിക്ക് അനുമതി തന്നിരിക്കുന്നു കേരളത്തിന് എന്ന് പറഞ്ഞുകൊണ്ട് കേന്ദ്രം ഒരു അനുമതി പത്രം ഇങ്ങോട്ട് തന്നു കഴിഞ്ഞാൽ DPR അംഗീകരിച്ചിരിക്കുന്നു, നിങ്ങൾ പദ്ധതിയായിട്ട് മുന്നോട്ട് പൊക്കോളാന്ന് ഇവിടെ കേരളത്തിനോട് പറഞ്ഞാൽ പഞ്ചപുച്ഛമടക്കം അനുസരിച്ചേ പറ്റത്തുള്ളൂ. ഞങ്ങൾ കേരളയിൽ വിരുദ്ധരാണ് എന്ന് പറഞ്ഞുകൊണ്ട് സമരം ചെയ്യാൻ പറ്റുമോ ഇവിടുത്തെ UDF നേതാക്കന്മാർക്ക്? VD സതീശന് പറ്റുമോ? പറ്റത്തില്ല. ഈ ശബരിമല കൊള്ള പറയുന്നു. ശബരിമല ഞാൻ നേരത്തെ മറ്റൊരു വീഡിയോ സൂചിപ്പിച്ച പോലെ ശബരിമലയിൽ അരവണയ്ക്കകത്ത് മായം കലർത്തിയവരാണ് ഇവര്. ഇത് സ്വർണം അടിച്ചോണ്ട് പോയെന്ന് വെച്ചോ, അത് ശബരിമല അയ്യപ്പന് ആവശ്യമില്ലാത്ത, അല്ലെങ്കിൽ ശബരിമല അയ്യപ്പന് അവിടെ കൊടുത്തതാണ് ഒരു വഴിപാടായിട്ട്. അവിടെ നിന്ന് ശബരിമല അയ്യപ്പന്റെ പ്രസാദമായി വളരെ പവിത്രതയോടെ ആൾക്കാർ കൊണ്ടു നടക്കുന്നതാണ് അരവണ. നമ്മളെല്ലാവരും ശബരിമലയിൽ പോകുന്ന ഒരു കൂട്ടുകാരനുള്ളപ്പോൾ നമ്മൾ പറയടേ അരവണ മേടിച്ചോണ്ട് പറഞ്ഞേ. എന്താ കാര്യം? അത് അയ്യപ്പന്റെ പ്രസാദമാണ്. അയ്യപ്പൻ നമുക്ക് നൽകുന്ന ഒരു ദിവ്യമായ ഒരു വസ്തുവായിട്ട് നമ്മൾ കരുതുന്ന ആൾക്കാരാണ് അരവണ. നമ്മൾ അങ്ങനെ അത്ര വിശുദ്ധിയോട് കൂടിയാണ് അരവണ കഴിക്കുന്നത്. വിശ്വാസത്തെക്കുറിച്ച് പറഞ്ഞുകൊണ്ട് പറയാണ്. ആ അരവണയ്ക്കകത്ത് നിലവാരം കുറഞ്ഞ ശർക്കരയും ഉണക്കമുന്തിരിയും ഉപയോഗിച്ച ആൾക്കാരാണ് ഏറ്റവും അവസാനം 75,000 ബോട്ടിൽ പൊട്ടിത്തെറിച്ച് പോയിട്ടുണ്ട്. അവരാണ് വിശ്വാസം പഠിപ്പിക്കാൻ വരുന്നത്. അങ്ങനെ എന്നിട്ട് അതുപോലെ VS ശിവകുമാർ ഇരിക്കുന്ന സമയത്താണ് കോടിക്കണക്കിന് രൂപ അയ്യപ്പൻ എല്ലാ തവണയും പാത്രം വേണം അത്രേ. അയ്യപ്പന് പാത്രങ്ങൾ മേടിച്ചു കൂട്ടിയ കോടിക്കണക്കിന് രൂപയുടെ അഴിമതിയെ കുറിച്ച് അന്വേഷിച്ചപ്പോഴോ ഇത് എവിടുന്ന പാത്രം മേടിക്കുന്ന കട കരമനയുള്ള ഒരു വീടിന്റെ അഡ്രസ്സിൽ. അന്ന് ഈ പറയുന്ന VS ശിവകുമാറിന്റെ ചേട്ടനായിരുന്നു അന്ന് ഇതിലിരുന്നത്, ദേവസ്വം കമ്മീഷണറായിട്ടിരിക്കുന്നത്. അന്ന് നടത്തിയ അഴിമതിയാണ്. ഇങ്ങനൊക്കെ എന്നിട്ടാണ് വിശ്വാസത്തെ കുറിച്ച് പറയുന്നത്. വിശ്വാസ സംരക്ഷണം, ഞങ്ങൾ വിശ്വാസികളെ പറ്റിച്ചിട്ടില്ല എന്ന് നെഞ്ചി കഴിച്ച് പറയാൻ പറ്റുമോ VD സതീശന് ഞങ്ങൾ വിശ്വാസികളെ പറ്റിച്ചിട്ടില്ല എന്ന്? എന്നിട്ട് അരവണ വിതരണം നിർത്തിവെക്കേണ്ട ഗതികേട് ഉണ്ടായെന്നേ. നിങ്ങൾക്ക് ആർക്കും ഇനി അരവണ ഇല്ലെന്ന്. ആ അവസ്ഥ ഉണ്ടാക്കിയത് ആരാ? ആ അവസ്ഥ ഉണ്ടാക്കി UDFന്റെ ഭരണ കാലഘട്ടത്തിലാണ്. ഇതൊക്കെ മറന്നു പോയിട്ടാണ് ഇപ്പൊ വരുന്നുണ്ട് പറയുന്നത്. ഇതൊക്കെ ഈ ചോദ്യങ്ങൾ തിരിച്ചങ്ങോട്ട് ചോദിച്ചാൽ പറയാനില്ല. എവിടെ നിങ്ങളുടെ കർണാടക മുഖ്യമന്ത്രി ആയിരുന്ന കാലഘട്ടത്തിൽ ഇവിടെ ഗുരുവായൂരിൽ അടിച്ചോണ്ട് പോയ സ്വർണ്ണം എവിടെ? ഇപ്പോഴും ചോദിക്കും, ഗുരുവായൂർ ദേവസ്വം ബോർഡിൽ നിന്ന് അടിച്ചോണ്ട് പോയ സ്വർണ്ണം എവിടെ? തിരുവാഭരണമാ പോയല്ലോ. 2016 മറ്റൊരു നാഗപടത്താല് കിട്ടിയതിനപ്പുറത്തേക്ക് വേറെ അന്വേഷണം ഒന്നും എത്തിയിട്ടില്ല. ആ സ്വർണവും പോയി കഴിഞ്ഞു. അതിന്റെ കുത്ത് അത് ആർക്ക് കൊണ്ട് വിറ്റു, എവിടെ കൊണ്ട് വിറ്റു, അന്വേഷണം വഴിമുട്ടി പോയി കഴിഞ്ഞു. ഈ UDF അതിനെ കുറിച്ച് എന്താ ഒരു അക്ഷരം മിണ്ടാത്തത്? അപ്പോ ചോദ്യങ്ങൾ ഒരുപാട് തിരിച്ചും വരും. പിന്നെ റീസെന്റ് ആയിട്ട് ചോദിക്കണേ, വയനാട് പുനരധിവാസം എന്തായി? കൊട്ടി കൊഴിച്ചോണ്ട് വന്നതാണല്ലോ, എന്തായി? ഭരണത്തിൽ ഇല്ലാത്ത 10 വർഷക്കാലം നടത്തിയ വികസനമാണല്ലോ. എവിടെ വയനാട് പുനരധിവാസ പദ്ധതി? എവിടെ? അതിന് നിങ്ങൾ കോൺഗ്രസ്സുകാർ മേടിച്ച വീടിനുള്ള സ്ഥലം എവിടെ? ചൂണ്ടിക്കാണിച്ചാ? അല്ലെങ്കിൽ നിങ്ങൾക്ക് വിശ്വാസമുള്ള ഏതെങ്കിലും ഒരു മാധ്യമ പ്രവർത്തനെ കൊണ്ടുവന്ന് കാണിച്ചിട്ട് അതിന്റെ എലിക അടക്കം തിരിച്ച് കാണിച്ചു കൊടു, ഇത് ഞങ്ങൾ മേടിച്ച പ്രോപ്പർട്ടിയാണ്, അതിന്റെ പ്രമാണം എന്താ കൈയിരിക്കുന്നത് കാണിച്ചു കൊടുക്ക്. അപ്പോഴും വിശ്വസിക്കണം. അല്ലാതെ ഈ പറയുന്ന കാടടച്ച വീട്. ഇതുകൊണ്ടാണ് പറഞ്ഞത് ഇങ്ങനത്തെ ചോദ്യങ്ങൾ അങ്ങോട്ട് വന്നു കഴിയുമ്പോൾ ശരിക്കും ജനങ്ങളുടെ മുമ്പിൽ പോയി പെട്ടുകൊടുക്കണം. പൊതുജനത്തിന്റെ മുമ്പിൽ ഇരിക്കണം. അത് പൊതുജനങ്ങളുടെ മുമ്പിൽ വെച്ചിരിക്കണം. അല്ല രഹസ്യമായിട്ട് മുഖ്യമന്ത്രിയുടെ മുറിക്കാത്ത വരുന്നത് വലിയ കടുപ്പിച്ച് ചോദ്യം ചോദിക്കില്ല, മാധ്യമങ്ങളെയും കേട്ടല്ലേ എന്ന് പറഞ്ഞുകൊണ്ട് പോയിരിക്കരുത്. ചോദ്യങ്ങൾ വരുമ്പോൾ ആ ചോദ്യത്തിനെ പ്രതികരിക്കാൻ പറ്റണം.
അല്ലെങ്കിൽ ആ ചോദ്യത്തിന് കൃത്യമായി മറുപടി കൊടുക്കാൻ UDF-ന് കഴിയണം. അങ്ങനെ ഇന്നത്തെ ഒരു സാഹചര്യത്തിൽ കൃത്യമായി, അതായത് ഒരാൾക്ക് വ്യക്തമാകുന്ന തരത്തിൽ മറുപടി കൊടുക്കാൻ കഴിയില്ല. ലൈഫ് മിഷൻ പിരിച്ചുവിട്ട് ഉമ്മൻചാണ്ടിയുടെ കാലഘട്ടത്തിൽ 4 പദ്ധതികൾ ഉണ്ടായിരുന്നു. ഈ 4 പദ്ധതി പ്രകാരം 4,55,000 വീട് കള്ളം പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുക. നിയമസഭാ രേഖയില്ലാത്ത കള്ളങ്ങളാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. നിയമസഭാ രേഖയിൽ അദ്ദേഹം കൊടുത്ത മറുപടിയിൽ ഉമ്മൻചാണ്ടി കൊടുത്ത മറുപടിക്കകത്ത് പോലും അതില്ലെന്നേ. എന്നിട്ടാണ് ഈ കള്ളത്തരം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇതാണ് ശരിക്കും പറഞ്ഞാൽ UDF-നെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ പ്രശ്നം. ഇവർ പറയും പരസ്യ സംവാദത്തിന് തയ്യാറാണ് എന്ന് പറയുന്നു. ഈ പറയുന്ന നമ്മുടെ സംസ്ഥാനത്തിന് ഒരു അടിസ്ഥാന വികസനത്തിന് വേണ്ടിയിട്ട്, ജനങ്ങളുടെ അടിസ്ഥാനപരമായ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരു നീക്കുപോക്കും ചെയ്യാത്ത ഒരു പാർട്ടിയാണ് ഈ കോൺഗ്രസ് പാർട്ടി. കാലം ഇത്ര കഴിഞ്ഞിട്ടും. അപ്പൊ എന്നിട്ടും പറയാണ് ഞങ്ങൾ പരസ്യ സംവാദത്തിന് തയ്യാറാണ്. വെറും വിഡിത്തമല്ലേ പറയുന്നത്, മണ്ടത്തരം.